സവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹിജയ്ക്കെതിരായ പോലീസ് നടപടിയിൽ MA ബേബിയെ തള്ളി CPM സംസ്ഥാന നേതൃത്വം. ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നത് LDF നയത്തിന് അനുസൃതമായാണ് പോലീസ് പെരുമാറിയത്. മഹിജയുടെ സമരത്തിന് ചുക്കാൻ പിടിച്ചത് UDF BJP സഖ്യം. സമരമുഖത്തുള്ള മഹിജയെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പാളി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയില്ലാതെ സമരം നിർത്തില്ലെന്ന് ജിഷ്ണുവിന്റെ കുടുംബം. ഞങ്ങളെ തെരുവിൽ ചവിട്ടി മെതിച്ച, ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ച 2 പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. ജയിലിലായ KM ഷാജഹാന് നീതി ലഭ്യമാക്കാൻ നിരാഹാരം തുടങ്ങുമെന്ന് മാതാവ്. പിണറായി നടത്തുന്നത് പകപോക്കൽ. ഫോൺ വിളി കേസിൽ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷകരുടെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും. പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോടതി മുറിയിൽ മാധ്യമപ്രവർത്തകരെ കയ്യാമം വെച്ചെത്തിച്ചത് ദൗർഭാഗ്യകരമെന്ന് രമേശ് ചെന്നിത്തല. ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം മറാത്തിയിൽ നിന്നുള്ള കാസവ്. മലയാളത്തിന് അഭിമാനമായി മികച്ച നടി സുരഭി. മഹേഷിന്റെ പ്രതികാരം മികച്ച മലയാള ചിത്രം. ശ്യാം പുഷ്കരൻ തിരക്കഥാകൃത്ത്. മോഹൻലാലിന് പ്രത്യേക ജൂറി പുരസ്കാരം. പശു സംരക്ഷണത്തിന്റെ പേരിൽ അക്രമം നടത്തുന്ന സംഘടനകളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. 3 ആഴ്ചയ്ക്കകം നിലപാടറിയിക്കാൻ കേന്ദ്രത്തിനും 7 സംസ്ഥാനങ്ങൾക്കും നോട്ടീസ്. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. DGP ഓഫീസിന് മുന്നിലെ പോലീസ് നടപടിയെ ന്യായീകരിച്ച് CPIM ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന LDF നയത്തിനനുസരിച്ചാണ് പോലീസ് പെരുമാറിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. DGP ഓഫീസിന് മുന്നിലെ സംഘർഷം യാദൃശ്ചികമാണെന്ന് കാണാനാകില്ല. എന്നാൽ മഹിജയുടെ പരാതിയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്നും പ്രസ്താവന പറയുന്നു. DGP ഓഫീസിന് മുന്നിൽ ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും എതിർസ്വരങ്ങൾ ഉയരുന്നതിനിടയിലാണ് ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയത്. സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇങ്ങനെ: ഇരകളോടൊപ്പമാണ് പോലീസ് നിൽക്കേണ്ടതെന്ന LDF സർക്കാർ നയത്തിന് അനുസൃതമായാണ് പോലീസ് പെരുമാറിയതെന്ന് ഇതുവരെ ലഭ്യമായ മാധ്യമ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. അവരെ നീക്കാൻ ശ്രമിച്ചപ്പോൾ റോഡിൽ കിടക്കുകയും അപ്പോൾ വനിതാ പോലീസ് കൈകൊടുത്ത് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ജിഷ്ണുവിന്റെ അമ്മയെ ചവിട്ടുകയോ മർദ്ദിക്കുകയോ ചെയ്യുന്നതായോ അതിക്രമങ്ങൾ കാട്ടിയതായോ ഇതുവരെ ഒരു മാധ്യമ ദൃശ്യത്തിലും കാണുന്നില്ല. എന്നാൽ ഇതേപ്പറ്റി ജിഷ്ണുവിന്റെ അമ്മ പരാതി ഉന്നയിച്ചിരിക്കുന്നതിനാൽ അക്കാര്യം നിഷ്പക്ഷമായി അന്വേഷിച്ച് ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കുകയും ചെയ്യും. മകന്റെ മരണത്തിൽ മനംനൊന്ത് കഴിയുന്ന ഒരു അമ്മയുടെ പേരിൽ സർക്കാർ വിരുദ്ധ വികാരം പടർത്താൻ ബോധപൂർവമായ രാഷ്ട്രീയയജ്ഞമാണ് നടക്കുന്നതെന്ന് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. 1ാം EM സർക്കാരിന്റെ 60ാം വാർഷികാഘോഷ ദിനത്തിൽ തന്നെ DGP ഓഫീസിന് മുന്നിൽ സമരവും സംഘർഷവും സൃഷ്ടിച്ചത് യാദൃശ്ചികമാണെന്ന് കരുതാനാവില്ല. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രധാന നേതാക്കൾ സമരത്തിന് ചുക്കാൻ പിടിച്ച് പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. സമരത്തിന് കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ പ്രകോപനം സൃഷ്ടിച്ച് പോലീസിനെതിരെ തിരിഞ്ഞുവെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കോൺഗ്രസ് BJP നേതാക്കളുടെ സംരക്ഷണത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്നത്. ഒരു വശത്ത് പ്രതികളെ പിടിച്ചില്ലെന്ന് പറഞ്ഞ് വികാരമിളക്കി വിടുകയും മറുവശത്ത് പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ സാധ്യമാകുന്ന എല്ലാ നടപടികളും CPIM സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രാജു എബ്രഹാം MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഡീൻ കുര്യാക്കോസ്, BJP വക്താവ് ശ്രീ JR പത്മകുമാർ, സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് TB മിനി, ജിഷ്ണുവിൻ്റെ ബന്ധു മഹേഷ് എന്നിവരാണ്. ആദ്യം ശ്രീമതി TB മിനി, നമുക്ക് ഈ ചർച്ചയെ 2 ഭാഗമായി കാണണം എന്ന് തോന്നുന്നു. ഒന്ന്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇരയ്ക്കൊപ്പം നിൽക്കുക എന്ന ഇടതുമുന്നണി നയം പോലീസ് നടപ്പാക്കി എന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. അത് എത്ര വായിച്ചിട്ടും ആ പ്രസ്താവനയിലെ ഈ ഒരു വരി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കതിൻ്റെ വിശദാംശങ്ങളും വിശദീകരണവും ഒരുപക്ഷെ രാജു എബ്രഹാമിൽ നിന്ന് തേടാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ, റിമാൻഡിലായ കുറച്ചുപേരുടെ കാര്യം പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. KM ഷാജഹാനും ഷാജിർ ഖാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനിയും SUCയുടെ ഒരു പ്രവർത്തകൻ ശ്രീകുമാറുമൊക്കെ ഏത് കുറ്റം ചെയ്തതിനാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ തുടരുന്നത്? അവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനവുമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ മേൽ ഗൂഢാലോചന അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. എന്താണ് ഇതുകൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നത്? ഷാജഹാന്റെ അമ്മ ആവർത്തിച്ചു പറയുന്നത് പോലെ ലാവ്ലിൻ കേസുമായി മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മകനോട് അതിൻ്റെ പക പോക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഷാജഹാന്റെ അമ്മ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്.
ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൂട്ടം പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ ഇത്തരം സമരമുഖങ്ങളിൽ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ സർക്കാർ പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്തുതരം ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? CPM-നെ പോലെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് പോലീസ്? ഇങ്ങനെ പൊതുപ്രവർത്തകരെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് റിമാൻഡ് ചെയ്ത് അവർക്കുമേൽ ചുമത്താവുന്ന എല്ലാ കുറ്റങ്ങളും ചുമത്തുകയാണോ ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത്? ഇതൊക്കെ ഇടതുപക്ഷത്തിന് വലിയ ദോഷം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ രാജ്യത്താകെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് വികസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ സമയത്ത് നമ്മളൊരു ജനകീയ സർക്കാർ എന്ന നിലയിൽ പ്രവർത്തിച്ച് ജനങ്ങളിൽ നിന്നും അംഗീകാരം നേടി അതിൻ്റെ ഒരു ഖ്യാതിയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ SUC എന്നൊക്കെ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ, ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. അതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ SUC അവരുടെ ഘടകകക്ഷിയായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ അടക്കം ഇത്തരം കാര്യങ്ങൾ അറിവുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളോട് അതിനോടെടുക്കുന്ന സമീപനങ്ങളും പൊതുവെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അതിനെ വീക്ഷിക്കുകയും തെറ്റായിട്ടുള്ള ഇത്തരം രീതികൾ ഇടതുപക്ഷത്തിനെ തുടർന്ന് ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകും എന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് ഇപ്പം ഇന്നലത്തെ മിനിയാന്നത്തൊക്കെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സമൂഹത്തിൽ നിന്നിരുന്ന എത്രയോ അനുഭാവികൾ, ഇപ്പോൾ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസത്തിനെതിരായി CPM-നോട് എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഐക്യം വികസിപ്പിക്കണമെന്നുള്ള ദൃഢവിശ്വാസത്തിൽ CPM-നോടും ഇടതുപക്ഷ കക്ഷികളോടും ഐക്യപ്പെട്ടു നിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ UDF-ൻ്റെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതൊന്നും ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തുന്നതിനല്ല ദുർബലപ്പെടുത്തുന്നതിനെ സഹായിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ശ്രീമതി TB മിനി, ഞാൻ ആവർത്തിച്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ? KM ഷാജഹാൻ ഈ സമരമുഖത്ത് എങ്ങനെ വന്നു എന്ന് ജിഷ്ണുവിൻ്റെ അമ്മാവൻ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ വഴിക്ക് പോകുമ്പോൾ ഷാജർ ഖാനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് എന്താണെന്നറിയാൻ പോയി നോക്കിയ, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ എത്തിയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാണാൻ കഴിയാവുന്ന ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നു, പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത്രേ, ഈ 10-15 പേര് DGP-യുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി DGP-യെ ബന്ദിയാക്കാൻ ശ്രമിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം. അങ്ങനെ DGP-യെ ബന്ദിയാക്കാൻ നടത്തിയ നീക്കത്തിൽ ഗൂഢാലോചന കുറ്റമാണ് ഈ ഷാജഹാൻ അടക്കമുള്ളവർക്കെതിരെ ചുമത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ അറിയാൻ അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദിക്കണം എന്നതാണ് അത്രേ പോലീസിൻ്റെ കസ്റ്റഡി ആപ്ലിക്കേഷനിലെ ഒരു ഭാഗം. ഇതൊരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് ഷാജഹാൻ്റെ അമ്മ ആരോപിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയുമോ? ഇപ്പോൾ വിജയകുമാർ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ നാണക്കേട് മുഴുവൻ വരുന്നത് ഇടതുപക്ഷ സർക്കാരിനാണ്. പോലീസ് അങ്ങനെ ഊഹിച്ചു ഇങ്ങനെ ഊഹിച്ചു എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇത്രയും വിഡ്ഢിത്തത്തിൽ ചെയ്താൽ, ഇതിപ്പോൾ ഷാജഹാൻ ആരാണെന്നും എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു നല്ല വിഭാഗം ആളുകൾക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചനയൊക്കെ ചുമത്തി ജയിലിലടച്ചാൽ അത് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് നമ്മൾക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അതിനോടൊക്കെ ഒരു സൂക്ഷ്മമായ നിരീക്ഷണവും സൂക്ഷ്മമായ ഇടപെടലും സർക്കാർ കാണിക്കേണ്ടതായിരുന്നു. അതല്ല എങ്കിൽ ഇപ്പോൾ വിജയകുമാർ പറഞ്ഞ, എനിക്കിതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ല, വിജയകുമാർ നമ്മളവിടെ ഉണ്ടായിരുന്ന ഒരാളല്ല, പിന്നെ അത്തരത്തിലുള്ള ഒരു വൈരാഗ്യം ഷാജഹാനുമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇതിപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ, അതാണ് അതിൻ്റെ കാര്യം. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം ശ്രീമതി TB മിനി. ശ്രീ രാജു എബ്രഹാം MLA, ഞാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് വൈകിട്ട് പുറത്തിറക്കിയ പ്രസ്താവന വായിച്ചു നോക്കി. 2-3 തവണ വായിച്ചു നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു ഭാഗമുണ്ട്. അതായത് ഇതിലെ പോലീസ് നടപടിയെ CPM ന്യായീകരിക്കുന്നുണ്ട്, അത് അനിവാര്യമായിരുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന LDF നയം അതാണ് പോലീസ് നടപ്പാക്കിയത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടപ്പാക്കിയത് ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന LDF നയമാണ്.
ആ നയം നന്നായി നടപ്പാക്കുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് പാർട്ടി ഈ പുറത്തിറക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഇരകൾക്കൊപ്പം നിൽക്കുന്ന പോലീസ് ഇങ്ങനെ ചെയ്യണമെന്നാണോ CPM പറയാൻ ഉദ്ദേശിക്കുന്നത്? ജിഷ്ണുവിൻ്റെ മാതാവിനോടും ജിഷ്ണുവിൻ്റെ കുടുംബത്തോടും 100% നീതി പുലർത്തുന്ന സമീപനങ്ങളാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ CPM-ഉം അല്ലെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിച്ചത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് CPM പോകേണ്ടതില്ല. കാരണം ഈ സംഭവം ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ പാമ്പാടി നെഹ്റു കോളേജ് അടിച്ചു തകർത്തു SFI. അപ്പോൾ അതിൽ തന്നെ എന്നാ ഊഹിക്കുന്നത്? കാരണം ഈ ഒരു വിഷയത്തിൽ വൈകാരികമായൊരു വിഷയമാക്കി കേരള മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെയാണിത് അറിഞ്ഞത് തന്നെ, പുറം ലോകം ഇത് അറിഞ്ഞത് തന്നെ ആ നിലയിലാണ്. അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും കുടുംബം ആവശ്യപ്പെട്ടു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം. 2-3 മാസം കൊണ്ട് ചെയ്യുന്ന ഒരു നടപടി 3 ദിവസം കൊണ്ട് തന്നെ കുടുംബം ആവശ്യപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉദയഭാനുവിനെ ഗവൺമെൻറ് വെച്ചു കൊടുത്തു. അസാധാരണമായ വേഗത്തിൽ ഒരു കാലതാമസം ഉണ്ടായില്ല. ഇവിടെ കോടതിയാണ് സത്യത്തിൽ ഇരകൾക്കെതിരെ നിൽക്കുന്നത്. കോടതി എന്തുകൊണ്ടങ്ങനെ നിൽക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നീട് എല്ലാ കോടതികളും ജിഷ്ണുവിൻ്റെ കുടുംബത്തിനും ജിഷ്ണുവിനും നീതി നൽകാത്ത നിലയിലുള്ള തീരുമാനങ്ങളിലേക്കാണ് എടുത്തത്. പക്ഷേ ഗവൺമെൻറ് ആ നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഉടമ കൃഷ്ണദാസിനെ മറ്റൊരു കേസ് ആ വിഷയത്തിൽ കോടതിയുടെ സമീപനം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ആ കോടതി ഉത്തരവിനെ പലരും വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ചർച്ചകളിൽ. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസിന്റെ സമീപനം അല്ലെ പോലീസിന്റെ നടപടി, ആ നടപടി എങ്ങനെയാണ് CPM ന്യായീകരിക്കുന്നത്? അവിടെ എത്തിയ ജിഷ്ണുവിൻ്റെ അമ്മ, അച്ഛൻ, അമ്മാവൻ അല്ലെങ്കിൽ അവരുടെ അടുപ്പമുള്ള ബന്ധുക്കൾ ഇവരെയൊക്കെ തടഞ്ഞു നിർത്തി അവിടെ ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് CPM പറയുന്നു എന്ന് തന്നെയല്ല, അത് പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? എത്ര പരിശോധിച്ചിട്ട് മനസ്സിലാകുന്നില്ല അത്. അല്ല, അവിടെ 6 പേർക്ക് DGP കാണാൻ അനുമതി കൊടുക്കുന്നു. ഈ വിഷയം അവരുടെ ക്യാമ്പിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നു. പക്ഷെ അവിടേക്ക് വരുന്നത് 6 പേരല്ലല്ലോ. അനുമതി ഉള്ളതിൽ കൂടുതൽ ആളുകളാണ് വരുന്നത്. അവിടുത്തെ മ്യൂസിയം CI വന്ന് എത്ര പൊളൈറ്റായിട്ടാണ് അവരോട് പറഞ്ഞത്, ഈ വിഷയം അവരെ അനുമതി കൊടുത്തിട്ടുള്ള ആളുകൾ കയറാം. നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും സർക്കാർ ഓഫീസ് പോലെ അല്ലല്ലോ. ഇവിടെ DGPയുടെ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യാൻ പോയിട്ടുള്ള ഞങ്ങളുടെ എത്രയോ ആളുകളെ അടിച്ച് മൃതപ്രായരാക്കിയിരിക്കുന്നു. അങ്ങനൊരു സമീപനം ഇവിടെ സ്വീകരിച്ചില്ല. പോലീസ് അവിടെ അതിക്രമം കാണിച്ചിട്ടില്ല, ബലപ്രയോഗം നടത്തിയിട്ടില്ല. അവിടെ ദേഹത്ത് പോലും തൊടുന്നതായിട്ട് നമ്മൾ കണ്ട ഒരു വീഡിയോ ദൃശ്യം. അവർക്ക് അങ്ങനെ പരാതിയുണ്ട് ശ്രീ രാജു അബ്രഹാം. അവരെ മർദ്ദിച്ചു എന്നും അവരോട് വളരെ മോശമായി സംസാരിച്ചു എന്നും അവർക്ക് പരാതിയുണ്ട്. ഏതായാലും ആ പരാതി നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും അത് അന്വേഷിക്കുകയാണല്ലോ. നമ്മൾ കണ്ട ഒരു വീഡിയോയിലും അവരോട് മോശപ്പെട്ട് സംസാരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി സംസാരിച്ചത് നീല ഷർട്ടിട്ട അവരുടെ ഒരു ബന്ധുവാണെന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വളരെ കർശനമായിട്ട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഇത്ര ആളുകളെ 16-15 പേരെ ഞങ്ങൾ കയറ്റണം. അതിന് പെർമിഷൻ അവിടെ DGP അവിടെ ഓഫീസ് കൊടുത്തിട്ടില്ല. 16 പേരാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും നേരത്തെ തന്നെ അവിടെ അറിയിക്കണം. ഇപ്പം സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയെ കാണാൻ വേണം ജനക്കൂട്ടത്തിനെയല്ല. 10, 15, 20 പേരെ ഞങ്ങളൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ പലരും പോകാറുണ്ട്. അപ്പോൾ അതുപോലെയല്ല DGPയുടെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു നിരോധന പ്രദേശമാണ്. പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് നമ്മൾ മാർച്ച് നടത്തിയാൽ ഞങ്ങളെയൊക്കെ എത്രയോ തവണ പോലീസ് ബലപ്രയോഗിച്ച് 100 മീറ്റർ അകലെ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ആ അമ്മയോട് കാണിക്കണം എന്നുള്ള സമീപനം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയെ പോയി കണ്ട് വളരെ അനുഭാവപൂർവ്വം എങ്ങനെയെങ്കിലും ഈ കൃഷ്ണദാസിന്റെ കഴുത്തിൽ കൊലക്കയറിടാൻ കഴിയുമോ എന്ന് നോക്കുന്നൊരു ഗവൺമെന്റും പാർട്ടിയുമാണിത്. ആ ഒരു സമീപനം അവിടെ സ്വീകരിക്കുകയാണ്. ശ്രീ രാജു അബ്രഹാം, താങ്കൾ അത് പറയുമ്പോൾ ഇന്ന് MM മണിയുടെ ഒരു പ്രസംഗമാണ് എന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. എങ്ങനെയാണ് ജിഷ്ണുവിന്റെ അമ്മയെ ആശുപത്രിയിൽ ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന ജിഷ്ണുവിന്റെ അമ്മയെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ശ്രീ MM മണി വിശദീകരിച്ചതെന്ന് ഞാൻ പറയാതെ താങ്കൾ കണ്ടു കാണുമല്ലോ. ആ പ്രസംഗം എന്തു ഭാഷയാണ് ഉപയോഗിച്ചത്, എന്തൊരു അദ്ദേഹത്തിന്റെ ശരീരഭാഷ താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച ആംഗ്യം എത്ര മോശമായാണ് ആ അമ്മയെ
മന്ത്രി ചിത്രീകരിച്ചത്. ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുകയും ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരുടെ പ്രസ്താവനകൾ കാണുകയും ചെയ്യുന്നതിലെ ഇരട്ടത്താപ്പ് CPM എങ്ങനെ വിശദീകരിക്കും? ഇവിടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള സമീപനം, ഞാൻ മലപ്പുറത്ത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു, ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. എത്ര മാന്യമായിട്ടാണ് ഈ വിഷയത്തിൽ CPM എടുക്കുന്ന നിലപാട്, ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഏതറ്റം വരെയും ആ മാതാവിനും ആ കുടുംബത്തിനും, അത് മാതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നമല്ലല്ലോ, അത് SFIക്കാരനായതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമല്ല. ഒരു കുട്ടിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാകാൻ പാടില്ല, ഒരു മാതാവും ഇതുപോലെ ദുഃഖിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. AK ആന്റണി ഈ സ്വാശ്രയ കോളേജ് കൊടുത്തപ്പോൾ മുതൽ ഏറ്റവും ആഞ്ഞടിച്ച പ്രസ്ഥാനമാണിത്. അതിന്റെ ഇരയാണല്ലോ ഇവർ. ശരി ശരി, സംഘം ഈ നിലയിൽ ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. EMS സർക്കാരിന്റെ വാർഷികാഘോഷ ദിവസം ഇത്തരമൊരു സമരമുണ്ടായത് യാദൃശ്ചികമല്ല. അതിൽ കോൺഗ്രസിന്റെ നേതാക്കളും BJPയുടെ നേതാക്കളും ആ സമരത്തിന്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടപെടൽ ഈ സമരത്തെ വഷളാക്കി എന്നാണ് CPMന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തൽ. മഹിജയുടെ കണ്ണീരിൽ രാഷ്ട്രീയം കലർത്തുകയാണോ കോൺഗ്രസും BJPയും ഒക്കെ ചെയ്യുന്നത്? CPMന്റെ പ്രസ്താവനയിലോടുകൂടി ഒരു കാര്യം വ്യക്തമായല്ലോ, എന്ന് വെച്ചാൽ ഇനിയും അവർ പഠിക്കില്ല, ഇനിയും ഒരു തിരിച്ചറിവുണ്ടാകാതെ, എന്ന് വെച്ചാൽ ഇത് ആകെ VS അച്യുതാനന്ദനും MA ബേബിയും അതുപോലെ കാനം രാജേന്ദ്രനും ഇങ്ങനെ 3 നേതാക്കന്മാർ ഒഴിച്ചു നിർത്തിയാൽ ആ പാർട്ടിയുടെയും ആ മുന്നണിയുടെയും നയമാണ് ഇന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. M.M. മണിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, ഇപ്പൊ രാജു എബ്രഹാം MLA അതിനെ ന്യായീകരിക്കുന്നു, പിണറായി വിജയൻ ഇന്നലെ ഈ വിഷയത്തെ ഏത് വിധത്തിലാണ്, ഇപ്പൊ മഹിജയെയും ആ കുടുംബത്തെയും തലോടുകയാണ് ചെയ്തത്, എന്ന് വെച്ചാൽ വലിച്ചിഴച്ചിട്ടില്ല. ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ എന്താ പറയാ വിവേക ബുദ്ധിയെ ഇവർ ചോദ്യം ചെയ്യുകയാണ്. രാജു എബ്രഹാം എത്ര നിസ്സാരവൽക്കരിച്ചാലും നിങ്ങൾ ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനിയും നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഉള്ളിലിരിപ്പ് കുറച്ചുകൂടി പുറത്തു വരികയുള്ളൂ. ഏതായാലും ഒരു കാര്യത്തിൽ തർക്കം വേണ്ട, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത് വാദിക്കുന്നത്? കൃഷ്ണദാസിന് വേണ്ടി വാദിക്കുന്നവരാണ് ഈ ഗവൺമെന്റ്. നിങ്ങൾ ഇനി എത്ര പറഞ്ഞാൽ ഈ കേസ് തേച്ച് മാറ്റി കളഞ്ഞവരല്ലേ നിങ്ങൾ ഇവിടെ സാഹചര്യ തെളിവുകൾ ഇല്ലാതാക്കി. നിങ്ങളുടെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു, കോടതിയിൽ ഒത്തുകളിച്ചു. ഇപ്പൊ ജാമ്യം കൊടുത്ത കോടതി തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ആ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി? അവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ? എങ്ങനെയാണ് ഉദയഭാനു ഇവിടെ വക്കീല് ഇവിടെ പ്രത്യേക അഭിഭാഷകനായിട്ട് വന്നത്? ഈ കുടുംബത്തിന്റെ അപേക്ഷ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചു DGP. അതിനുശേഷം ഉദയഭാനു വക്കീലിനെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചു. വലിയ കാര്യമായി പോയി രാജു എബ്രഹാം, നിങ്ങൾ ചെയ്തത് വലിയ കാര്യം, വലിയ പുണ്യപ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ ഈ കേസ് തേച്ച് മാച്ച് കളഞ്ഞ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു ധനാധവനെ, ഒരു എന്താ പറയുക, ഒരു സ്വാശ്രയ കോളേജ് അയാളുടെ പണത്തിന്റെ ബലത്തിൽ ആടിയുടയുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ഇപ്പൊ കോൺഗ്രസ് നേതാക്കളാണ് അവരെ ഒളിവിൽ പാർപ്പിക്കുന്നത്, പല കോൺഗ്രസ് നേതാക്കളുമാണ് എന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. അല്ല, നിങ്ങളങ്ങ് പോയി പിടിക്കുന്നേ ആ കോൺഗ്രസ് നേതാവിനെ. നിങ്ങൾ ഒരു 2 കോളേജ് അധ്യാപകരെ പിടിക്കാൻ പോലും ശേഷിയില്ലാത്തവരാണ് കേരള പോലീസ്, പിണറായി നയിക്കുന്ന പോലീസ് എന്ന് പറയാൻ. ഇതിന് ഇത്രയും നാണം കെട്ട ഒരവസ്ഥയുണ്ടോ? എന്തൊരു ലജ്ജാകരമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഏത് കോൺഗ്രസ് നേതാവാ സംരക്ഷിക്കുന്നത് വെച്ചാൽ പോയി പിടിച്ചോണ്ട് പോവാ. നിങ്ങൾ ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? ഇന്നലെയും മിനിയാന്നും കേരളീയ സമൂഹത്തിന് മുൻപിൽ ഒരുപക്ഷെ എന്താ പറയുക, ഇവിടെ രോഹിത് വെമുലയെ കുറിച്ച് ചർച്ച ചെയ്തു നമ്മൾ, അവിടെ കനയ്യകുമാറിനെ കുറിച്ച് ചർച്ച ചെയ്തു നമ്മൾ. CPMന്റെ ഇരട്ട നയമല്ലേ? സീതാറാം യെച്ചൂരിക്ക് എന്താ പറയാനുള്ളത്? ഈ പാർട്ടിക്ക് എന്താ പറയാനുള്ളത്? ഇത്രമാത്രം ലജ്ജാകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചിട്ടും ഒരു എന്താ പറയുക മാനം മര്യാദയ്ക്ക് ആ കുടുംബത്തെ അപമാനിച്ച് ഇനിയും മതി വരാത്തത് കൊണ്ടല്ലേ CPM സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ കോൺഗ്രസും BJPയുമാണ് സമരത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലും ഇത് കേട്ട് വിശ്വസിക്കാൻ മാത്രം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണോ? കോൺഗ്രസും BJPയുമാണ്. അവർ ഇന്നും നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താ? അവര് പാവപ്പെട്ടവർ, അവരിപ്പോഴും ഭയപ്പെടുകയാണ്. എന്തെന്ന് അറിയാമോ? TP ചന്ദ്രശേഖരനെ വേട്ടയാടിയ പാർട്ടിയാണ് CPM. ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു.
ആ ചന്ദ്രശേഖരനെ വകവരുത്തിയ പാർട്ടിയാണ് CPM. അവർ ഭയപ്പെടുകയാണ്. അവർ പേരാമ്പ്രയിൽ നിന്നുള്ളവരാണ്. കാരണം ഇപ്പോൾ CPM-ന്റെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി അവർക്ക് എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോഴും മയപ്പെടുത്തി പറയുന്നത്. ഇനിയും ബോധം വെക്കാത്തവരാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. കാരണം അവർക്ക് നീതി ലഭിക്കണം. ഞങ്ങൾ സമരം ചെയ്യും. ഇനിയും ഈ സമരവുമായി മുൻപോട്ട് പോകും. ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് എന്ത് നീതി ലഭിക്കും ഇവർക്ക്? എന്ത് ഈ തെളിവുകളെല്ലാം തേച്ചു മാച്ച് കളഞ്ഞ് കോടതി മുറികളിൽ ഒത്തുകളിച്ച് DGP നേരിട്ട് വന്ന് ഒത്തുകളിച്ച് ഇപ്പോ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം സംഘടിപ്പിച്ച് പുറത്തിറങ്ങിയിരിക്കുന്ന ശ്രീ JR പത്മകുമാർ, ഇന്ന് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ആശുപത്രിയിലെത്തി മഹിജയെയും അവരുടെ സഹോദരൻ ശ്രീജിത്തിനെയും സന്ദർശിച്ചിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞത് മഹിജയ്ക്കല്ല പരാതി, അവർക്ക് വലിയ പരാതിയൊന്നുമില്ല, പരാതി മറ്റു ചിലർക്കാണെന്ന്. ഈ മറ്റു ചിലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കളെ ആയിരിക്കാം. അവരാണ് ഈ സമരത്തിന് ഊർജം പകരുന്നത് എന്ന വിമർശനമാണ് CPM ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മന്ത്രി M.M. മണിയുടെ പ്രസ്താവന തള്ളിക്കളയണം, പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി തീരുമാനം സംസ്ഥാന സെക്രട്ടറിയും സർക്കാർ നിലപാട് മുഖ്യമന്ത്രിയും പറയും എന്ന് അങ്ങനെ വിശദീകരിക്കുമ്പോഴും M.M. മണി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറ്റു പലരുടെയും കയ്യിലാണ് ഇവരൊക്കെ കളിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ കളിക്കുന്നത് സംസാരിക്കുന്നത് എന്നും അല്പസമയം മുമ്പ് ശ്രീ M.M. മണി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതും M.M. മണി പറഞ്ഞതും രണ്ടു ഭാഷയിലാണെങ്കിലും ആശയം ഒന്നാണ്. മറ്റു പലർക്കും വേണ്ടിയുമുള്ള നിലപാട് സ്വീകരിക്കലാണ് ഈ കുടുംബം ഇപ്പോൾ ചെയ്യുന്നത്. പരാതി അവർക്കല്ല മറ്റു പലർക്കുമാണെന്ന് പറയുമ്പോൾ അതിൽ BJP-യും പെടും. അല്ല വിജയകുമാർ, ആദ്യം നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത പ്രസ്താവന താങ്കളൊരു സംശയം പറഞ്ഞു, എങ്ങനെയാണിത് വായിച്ചിട്ട് മനസ്സിലാവില്ല. പക്ഷെ എന്തുകൊണ്ട് താങ്കൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം CPM ഇരകളോടാണ് അവർ എപ്പോഴും നിൽക്കുന്നത്. ആരാണ് ഈ കേസിലെ DGP ഓഫീസിന്റെ നടയിൽ ഈ നടന്ന സംഭവത്തിന്റെ ഇര എന്നുള്ളതാണ് പ്രശ്നം. 10-16 ആളുകൾ ബോംബും മറ്റ് മാരകായുധങ്ങളുമായി DGP ആക്രമിക്കാൻ വരുമ്പോൾ ഇര DGP അല്ലേ? അവിടെ ആക്രമിക്കപ്പെട്ട പോലീസുകാരാണല്ലോ അവിടുത്തെ ഇര. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് DGP-യോടും അവിടെ അക്രമത്തിന് വിധേയമായ പോലീസുകാരോടുമല്ലേ നിൽക്കാൻ കഴിയും. അത് എന്താ താങ്കൾക്ക് മനസ്സിലാകാത്തത്? പക്ഷേ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യം, ഇത് അവരുടെ ബന്ധുക്കൾക്കല്ല പ്രശ്നം, ഇത് മറ്റു പാർട്ടികൾക്കാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, CPM കേരളത്തിൽ ഏറ്റെടുത്ത സമരങ്ങളെല്ലാം സ്വന്തം കുടുംബക്കാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സമരങ്ങളായിരുന്നോ? അവരുടെ ആവശ്യങ്ങളായിരുന്നോ CPM ഏറ്റെടുത്തത്? CPM ഏറ്റെടുത്തത് സ്വന്തം കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും പ്രശ്നങ്ങളല്ലല്ലോ, ഒരുപക്ഷെ ചില പൊതുസമൂഹം ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളായിരുന്നുവല്ലോ. അപ്പൊ അതെന്താ അന്ന് CPM-ന് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ കഴിഞ്ഞത്? ഇപ്പൊ എന്തോ മറ്റു പലര് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പൊതു ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോ ഇവർക്ക് അസഹിഷ്ണുത തോന്നുന്നത് ഇവരുടെ ഇരട്ടത്താപ്പാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹത്തെ ഒന്നുകിൽ ചികിത്സയ്ക്ക് വിധേയമാക്കണം, അല്ല ചികിത്സ വേണ്ട എന്നാണ് പാർട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് രോഗമില്ല എന്ന് ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ ദുർഗുണ പാഠശാലയിലേക്ക് അയക്കണം. ഇത്ര മോശമായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു മന്ത്രിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത മ്ലേച്ഛമായ ഭാഷയാണ് ഇന്ന് സമരരംഗത്ത് വരുന്ന പൊതുപ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ ജിഷ്ണുവിന്റെ കുടുംബത്തിനുമെതിരെ ഉന്നയിക്കുന്നത്. ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ലെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ അഭിപ്രായമല്ലേ? കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിലെ ഒരു മന്ത്രിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് ഈ രീതിയിലാണോ അദ്ദേഹം പൊതു രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളോട് പറയേണ്ടത്? പക്ഷെ ഒരു കാര്യം പറയാം, മാർക്സിസ്റ്റ് പാർട്ടി അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ ആരെങ്കിലും അധികാര ദുർവിനിയോഗം ചെയ്താൽ, അബദ്ധസഞ്ചാരം നടത്തിയാൽ അവരെ കൊണ്ട് കണക്ക് പറയിക്കുവാനുള്ള ശക്തി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുണ്ട്. അതാണ് നമ്മൾ 1975-77 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കണ്ടത് എന്നുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടി മറക്കരുത് എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ജിഷ്ണു പ്രണോയിയുടെ സഹോദരി ഈ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ആ ഉപവാസത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചാത്തു ഉൾപ്പെടെ ഉള്ള ആളുകളാണ്. അപ്പൊ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൻ, അച്യുതാനന്ദനെ ബോധ്യപ്പെടുത്താൻ, CPI-യെ ബോധ്യപ്പെടുത്താൻ അവർ കഴിയുന്നില്ല. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ
പാർട്ടിയുടെ പ്രവർത്തകരാരും ഈ സമരത്തിന്, ഈ DGP ഓഫീസ് സമരത്തിന് പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങളാരും വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു നേതാക്കന്മാരും വന്നിട്ടില്ല, സംസ്ഥാനത്ത് ഒരു നേതാക്കന്മാരും വന്നിട്ടില്ല. അതേസമയം ഈ ന്യായമായ അവകാശത്തെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതച്ച് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഞങ്ങളെ പോലുള്ള പ്രവർത്തകരൊക്കെ അവിടെ ചെന്ന് ഈ കാര്യം അന്വേഷിച്ചും ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മാത്രമല്ല, പൊതുസമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിലും ഇടപെടാനുള്ള അവകാശം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കുണ്ട്, പൊതുപ്രവർത്തകർക്കുണ്ട്. ആ പൊതുപ്രവർത്തകരെ എല്ലാം കള്ളക്കേസിൽ കുടുക്കി ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ പശ്ചിമ ബംഗാളിലെ അനുഭവം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കാത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അനുഭവിക്കാൻ പോവുകയാണ്. ശ്രീ രാജു എബ്രഹാം, ഈ സമരം അവസാനിപ്പിക്കണമെന്ന് സർക്കാരിന് താല്പര്യമില്ലേ? അതോ മുഖ്യമന്ത്രിയുടെയും DGPയുടെയും ഒക്കെ പിടിവാശി മാത്രം ജയിച്ചാൽ മതിയെന്നാണോ എല്ലാവരും കരുതുന്നത്? ഗവൺമെന്റ് അങ്ങനെയാണോ കരുതുന്നത്? ഇപ്പോൾ ജിഷ്ണുവിന്റെ സഹോദരി അവരുടെ വീട്ടിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവർക്ക് എത്ര ദിവസം ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും? മഹിജയുടെ കാര്യത്തിൽ അവർക്ക് ഈ സംഘർഷത്തിനിടയിലെ ഈ ബുദ്ധിമുട്ടും ശാരീരിക അസ്വാസ്ഥ്യവും മകന്റെ മരണമുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ട് അങ്ങേയറ്റം അവശയാണ് ആ സ്ത്രീ. അവർ നിരാഹാരം ഇരിക്കുകയാണ് 3 ദിവസമാവുന്നു. ഇവരുടെയൊക്കെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ ആവശ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച് അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന പോലീസുകാർക്കെതിരെ ഒരു റിപ്പോർട്ട് പോലും എഴുതാൻ കഴിയാത്ത IG വീണ്ടും ഇത് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. ഈ IG അന്ന് ആശുപത്രിയിൽ കാട്ടിക്കൂട്ടിയത് കണ്ടുവല്ലോ. പൊതുപ്രവർത്തകർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിക്കൊള്ളട്ടെ, അവരുടെ സമരത്തിന് നേരെ ബൂട്ട് ഉയർത്തുകയാണ് ആ പോലീസുകാരൻ ചെയ്ത്, ആ ഉന്നത ഉദ്യോഗസ്ഥൻ ചെയ്ത്. അയാളെയാണ് നിങ്ങൾ വീണ്ടും ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ഗവൺമെന്റിനില്ലേ? ഇവരിങ്ങനെ നിരാഹാരം കിടന്ന് ഒടുങ്ങട്ടെ എന്നാണോ ഗവൺമെന്റ് കരുതുന്നത്? മഹിജയുടെ ഒരു മാനസിക അവസ്ഥ തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. തൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മകനെ നഷ്ടപ്പെട്ട ആ അമ്മ, സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ വികാരത്തിനപ്പുറത്തേക്ക് നിയന്ത്രണാതീതമായ ഒരു ഭാവപ്രകടനങ്ങളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമാണ്, കാരണം അത്ര ദുഃഖം സഹിക്കാൻ വയ്യാതെയാണ് അമ്മ പെരുമാറുന്നത്. പക്ഷെ ഇവിടെ ഈ സമരം എങ്ങനെ ഗവൺമെൻറ് തീർക്കും? കാരണം കോടതി രണ്ടാമത് ഇതിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് മറ്റൊരു കേസിൽ കോടതി എന്താ പോലീസുകാരോട് പറഞ്ഞത്? നിങ്ങളുടെ തൊപ്പി ഞങ്ങൾ തെറിപ്പിക്കുമെന്നാണ് കോടതി പറഞ്ഞത്. കോടതി വളരെ അഡമന്റ് ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അമ്മയോടും ജിഷ്ണുവിനോടും അവരോടൊപ്പം നിൽക്കുന്നവരോടൊപ്പമാണ്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ ഇവിടെ ഈ ഒപ്പം നിൽക്കുന്ന ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരെ ഒരു കുറവും വരുത്താതെ അന്വേഷണത്തിൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ വേണം. ഇത് കൊലക്കുറ്റമാക്കണം. അങ്ങനെ ഒരു ബഹുജന സമരത്തിന് ഇത് കൊലക്കുറ്റമാക്കാൻ കഴിയുമോ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കല്ലേ പറ്റത്തുള്ളൂ. തലയിൽ ആൾത്താമസമുള്ള ആരെങ്കിലും ഇത്തരം മുദ്രാവാക്യം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? അപ്പോൾ ആരോ ഈ അമ്മയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. സ്വാഭാവികമല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് കോടതി നടപടി, ആ കോടതി നടപടിക്ക് എതിരായിട്ട് നമ്മൾ സമരം ചെയ്യണമെന്ന് ഞങ്ങൾ പറയത്തില്ല. പക്ഷെ കോടതി അഡ്വൻ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, താങ്കൾ പറയുന്നത് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. കൃഷ്ണദാസിനെ ഇതിൽ കോൺഗ്രസ് നേതാവിന്റെ മകൻ, ഇതിലെ പ്രധാനപ്പെട്ട പ്രതി, ഇടിമുറിയുടെ കാവൽക്കാരൻ എന്നൊക്കെ പറയുന്ന അവിടുത്തെ PRO സഞ്ജിത് വിശ്വനാഥൻ എന്നാണ് മുൻകൂർ ജാമ്യം കിട്ടിയത് കേരള ഹൈക്കോടതിയിൽ നിന്ന്? 2 ആഴ്ച മുമ്പല്ലേ? അയാൾ അതിനു മുമ്പ് എവിടെയായിരുന്നു? പോലീസിന് പിടിക്കായിരുന്നല്ലോ. ഇതിലെ വൈസ് പ്രിൻസിപ്പൽ ഇന്നാണ് മുൻകൂർ ജാമ്യം വന്നത്, ഇന്നും കൊടുത്തിട്ടില്ല കോടതി. അയാളെ എന്താ പിടിക്കാത്തത്? ഇതിലെ മറ്റൊരു അധ്യാപകൻ ഇതുവരെയും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല. അയാളെ എന്ത് പിടിക്കുന്നില്ല? ഞാൻ ചോദിക്കുന്നത് കൊലക്കുറ്റമാണോ കൊലക്കുറ്റമല്ലയോ എന്നതൊന്നും അല്ല പ്രശ്നം. ഈ പ്രതികളോട് സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? ഇതിൽ ആരെ അറസ്റ്റ് ചെയ്തു? മുൻകൂർ ജാമ്യം കിട്ടിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കൃഷ്ണദാസിനെ വിട്ടു, സഞ്ജിത് വിശ്വനാഥിനെ വിട്ടു. അതും ഈ അമ്മ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ തലേദിവസമല്ലേ ഇതൊക്കെ നടക്കുന്നത്? മറ്റു പ്രതികളൊക്കെ എവിടെ? അവർക്ക് മുൻകൂർ ജാമ്യമില്ല ഇപ്പോഴും. എന്തുകൊണ്ട് പിടിക്കുന്നില്ല? ആദ്യഘട്ടത്തിൽ തന്നെ കൃഷ്ണദാസും വിശ്വനാഥിന്റെ മകനും മുൻകൂർ ജാമ്യത്തിന് നോട്ടീസ് കൊടുത്തതാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് നോട്ടീസ് കൊടുത്ത രേഖ പോലീസിനെ, നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന രേഖ പോലീസിനെ അറിയിച്ചാൽ പിന്നീട് പോലീസ് ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്താൽ പോലീസിന്റെ സ്ഥിതി എന്താകും? നമ്മൾ എത്രയോ കേസുകളിൽ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷം
ഒരു സമയമെങ്കിലും, കാരണം ആദ്യം ഈ കേസ് വരുന്നതിന്റെ ചിത്രം അറിയാമല്ലോ, അത് ഒരു ആത്മഹത്യ എന്ന നിലയിലല്ലേ കാര്യങ്ങൾ വന്നത്. പിന്നീടാണല്ലോ SFI അടക്കമുള്ള സംഘടനകൾ ഈ തങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. വീട്ടുകാർ പരാതി ഉന്നയിച്ചു. ആ സന്ദർഭത്തിലേക്കും മുൻകൂർ ജാമ്യത്തിന് അവർ നീങ്ങിക്കഴിഞ്ഞില്ലേ, ബാക്കിയുള്ളവർ ഒളിവിൽ പോയി. അതുകൊണ്ടാണല്ലോ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേറ്റുകളിലേക്കും ഇപ്പോൾ DGP കത്തെഴുതേണ്ടി വന്നത്, അവരെ കണ്ടുപിടിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കേണ്ടി വന്നത്, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് പോകേണ്ടി വന്നത് അവർ ഒളിവിൽ പോയത് കൊണ്ടാണ്. അതല്ലാതെ ആ പ്രതികളെ ഇവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച നടത്തുമ്പോൾ നമ്മളൊരു പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തല്ലിക്കൊല്ലും സമീപനം ഒരിക്കലും സ്വീകരിക്കരുത്. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, കാരണം ഇക്കാര്യത്തിൽ ഗവൺമെന്റ് 100% ജിഷ്ണുവിനോടൊപ്പമാണ്, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ ജിഷ്ണുവിനെ പോലെ ശ്രീ രാജു എബ്രഹാം അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് ജിഷ്ണുവിന്റെ കുടുംബത്തിനെങ്കിലും തോന്നണം ഈ ഗവൺമെന്റ് ഞങ്ങളോടൊപ്പമാണെന്ന്. അങ്ങനെ അവർക്ക് തോന്നാത്തത് കൊണ്ടാണല്ലോ അവർക്ക് DGPയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് തോന്നേണ്ടവർക്ക് ഈ ഗവൺമെന്റ് ഞങ്ങളോടൊപ്പമാണ് എന്ന് തോന്നേണ്ടത് ജിഷ്ണുവിന്റെ കുടുംബത്തിനാണ്. നിർഭാഗ്യവശാൽ അവർക്കത് തോന്നുന്നില്ല എന്നത് ഈ സമരങ്ങളൊക്കെ കാണുമ്പോഴെങ്കിലും ഈ സർക്കാർ വിചാരിക്കട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ മഹേഷ്, ജിഷ്ണുവിന്റെ ഒരു ബന്ധുവാണ്, ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. മഹേഷ്, ഇന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മഹിജയെ കാണാൻ വന്നിരുന്നുവല്ലോ, ശ്രീജിത്തിനെയും കണ്ടിരുന്നുവല്ലോ. അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞത് മഹിജയ്ക്കൊന്നും പരാതിയില്ല, പരാതി മറ്റു പലർക്കുമാണെന്ന്. ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നതിനൊരു ഒത്തുതീർപ്പുമായാണ് മന്ത്രി വന്നത്. മന്ത്രി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചോ? എന്തുകൊണ്ടാണ് മന്ത്രി നിങ്ങൾക്ക് പരാതി ഇല്ല എന്ന് മാധ്യമങ്ങളോട് പറയാനിടയായ സാഹചര്യം? ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളോട് അവിടെ വന്നിട്ട് മന്ത്രി സംസാരിച്ചത് ഇങ്ങനെ ഒരു ചർച്ചയായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മന്ത്രി കേട്ടു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ ഇപ്പം തന്നെ ഈ സമരം അവസാനിപ്പിക്കും. അങ്ങനെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞങ്ങളോട് ഇങ്ങനെ ഒരു മധ്യസ്ഥത വയ്ക്കാനുള്ള ഒന്നും പറഞ്ഞില്ല. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നതെന്നുള്ളത്. ഒരു മിനിറ്റ്, ഇതിൻ്റെ മുന്നേ ഒന്ന് വർത്താനം പറയാനുള്ളത്. ഈ പോലീസുകാർ ചെയ്തത് ഇതിൽ ബഹുമാനപ്പെട്ട കോടതി 2 പേർക്കാണ്, ഒന്നാം പ്രതിയായ കൃഷ്ണദാസനും 2ാം പ്രതിയായ സഞ്ജിത്തിനും മാത്രമാണ് മുൻകൂർ ജാമ്യം കൊടുത്തത്. ബാക്കി 3 പ്രതികൾ ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് സമരം ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ വന്നത്. ഈ 3 പ്രതികൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഞങ്ങൾക്ക് ആരുടെയും പിൻബലമില്ല. ഞങ്ങൾ ബന്ധുക്കൾ മാത്രമാണ് ഈ സമരത്തിന് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളെ ബന്ധുക്കൾ എല്ലാവരും, എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അത് രാഷ്ട്രീയ ലക്ഷ്യം കൂടെ വെച്ചിട്ടൊന്നല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളിവിടെ ജിഷ്ണുവിന്റെ നീതിക്ക് മാത്രം വേണ്ടിയിട്ടാണ് വന്നത്. ശരി ശരി, അതാണ് അക്കാര്യത്തിലുള്ള വിശദീകരണം. ശ്രീജിത്ത് അമ്മാവൻ അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീമതി മഹിജയും അത് ശരിയായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മഹേഷിലേക്ക് ഞാൻ വരാം. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ ഇപ്പോൾ ജിഷ്ണുവിൻ്റെ കുടുംബം ആശുപത്രിയിൽ നിരാഹാരം തുടരുന്നു. ജിഷ്ണുവിൻ്റെ അനുജത്തി അവരുടെ വീട്ടിൽ നിരാഹാരം തുടരുന്നു. ബന്ധുക്കൾ ആശുപത്രിക്ക് പുറത്ത് നിരാഹാരം തുടരുകയും ചെയ്യുന്നു. മറ്റൊരു നിരാഹാരത്തിൻ്റെ കഥ കൂടി താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഞാൻ. അത് മറ്റാരുടേതുമല്ല, KM ഷാജഹാന്റെ അമ്മ. അവരും നിരാഹാരത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. KM ഷാജഹാൻ, ഷാജിർ ഖാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി, SUCയുടെ ഒരു പ്രവർത്തകൻ ശ്രീകുമാർ, ഇവരൊക്കെ എന്തിനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുന്നത്? അല്ല, ഇവരെയൊക്കെ എന്തിനാണ് പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ പ്രശ്നവും നിങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതല്ലേ? നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പണ്ടെങ്ങാണ്ടുമുള്ള വൈരാഗ്യത്തിൻ്റെയൊക്കെ പേരിൽ അവരെ കേസുകളിൽ പെടുത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ഗൂഢാലോചന കുറ്റം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കാൻ വന്നു, DGPയെ തടഞ്ഞു വയ്ക്കാൻ വന്നു, ബന്ദിയാക്കാൻ വന്നു തുടങ്ങിയ കുറ്റങ്ങളൊക്കെ ചുമത്തി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലിട്ടാൽ, പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ, പ്രോസിക്യൂഷൻ വാദിച്ചാൽ എത്ര നാൾ അവർ ജയിലിൽ കിടക്കും? ഈ പ്രശ്നവും ഇതിൻ്റെ കൂടി ചർച്ചയാകേണ്ടത് വിഷയമല്ലേ? അല്ല, 100% അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ആകെ ആ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ സമീപ പരിസരത്ത് ഉണ്ടായതാവാം. KM ഷാജഹാൻ, ഷാജിർ ഖാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അങ്ങനെയുള്ള ആളുകൾ.
പിന്നെ ഒരു വിവാദ സ്വാമി അതിലേതിലെ വന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും ഷാജർ ഖാനെയും നമുക്ക് കൃത്യമായിട്ട് അറിയാം. SUCI ഒരു നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല. അദ്ദേഹം വിദ്യാഭ്യാസ വേദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നേരത്തെ തൊട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വിഷ്വൽ മീഡിയയുടെയും ഒരു സീനിൽ പോലും ഷാജർ ഖാനോ KM ഷാജഹാനോ ഇല്ല, എത്ര പരിശോധിച്ച് നോക്കിയാലും. അപ്പോൾ ഇത് എന്തിൻ്റെ പേരിലാണ്? ഇതൊരു റിവഞ്ച് പൊളിറ്റിക്സ് ആണ്. KM ഷാജഹാൻ ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം എന്താണ്? VS അച്യുതാനന്ദനും അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നു ആ പാർട്ടിയുമായി ഷാജഹാൻ ബന്ധപ്പെട്ടിരുന്നത്? ഞാൻ അതിലേക്കൊന്നും ലാവ്ലിൻ കേസിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ലാവ്ലിൻ കേസിൽ കക്ഷി ചേർന്നയാളാണ് ഷാജഹാൻ. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കേസുണ്ട്. അവസാനം അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ സദാചാര പോലീസിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു. 2 പെൺകുട്ടികളാണ് പരാതിക്കാരായി വന്നത്. ആ 2 പെൺകുട്ടികളെ കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു. ആ പരാതി കൊടുപ്പിക്കുന്ന സമയത്ത് തുടങ്ങി പോലീസുമായി അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പോലീസ് എന്ത് സ്റ്റാൻഡാണ് എടുത്തതെന്നുള്ളത് നമുക്കറിയാമല്ലോ. സദാചാര പോലീസിംഗിൽ ആരെങ്കിലും SFIയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും പോലീസ് ഏത് വിധത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളത് സദാചാര പോലീസിംഗിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ, യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവങ്ങളിൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം ഷാജഹാനുമായി അവസാനം ഈ ഗവൺമെന്റിനും പോലീസിനും, തിരുവനന്തപുരത്തെ പോലീസിനും കമ്മീഷണർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള, അവിടെ ACP ആയിട്ടുള്ള ബൈജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നൊന്നുമില്ല. അപ്പോൾ ഷാജഹാൻ ഏത് വിധത്തിൽ ഈ ഗവൺമെന്റിന്റെ ശത്രുവാണ് എന്നൊക്കെ അറിയാം. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സമരവുമായി ബന്ധപ്പെട്ടവരെ സഹായിക്കാൻ വന്നതാവാം. അതിൽ തന്നെ എന്താണ് തെറ്റ്? അപ്പോൾ ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെട്ടതിനെ ഒരു കാരണവശാലും നമുക്ക് തെറ്റ് പറയാം. ഇനി അതവിടെ നിൽക്കട്ടെ, ആരായിരുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്? സെബാസ്റ്റ്യൻ പോൾ അല്ലേ? സെബാസ്റ്റ്യൻ പോൾ ഇടതുപക്ഷ MP ആയിരുന്നല്ലോ. സെബാസ്റ്റ്യൻ പോൾ തന്നെ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അദ്ദേഹം ഒരു 10 മിനിറ്റേ വൈകിട്ടുള്ളൂ. ഇനി അദ്ദേഹം ആ സീൻ അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമായിരുന്നു, പോലീസിനെതിരെ പ്രതികരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ സെബാസ്റ്റ്യൻ പോളും ഇപ്പോൾ ജയിലിനുള്ളിലാകുമായിരുന്നല്ലോ. സുഗതകുമാരി ടീച്ചർ ആ സമരത്തിൽ പങ്കെടുക്കാൻ വരേണ്ടതായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത്. ഒരുപക്ഷെ അറിഞ്ഞു വന്നതാകാം, ക്ഷണിച്ചു വന്നതാവാം. രണ്ടായാലും തെറ്റില്ല. പക്ഷെ അവരെയെല്ലാം CPM-ന് എതിരെയുള്ള അല്ലെങ്കിൽ CPM-നെ രാഷ്ട്രീയപരമായി പൊതുസമൂഹത്തിന് മുൻപിൽ ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സംഭവത്തിൽ പങ്കാളികളായി പോയി എന്നതിന്റെ പേരിൽ അവരെ വേട്ടയാടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. രാഷ്ട്രീയപരമായി ഇത് വലിയ ക്യാമ്പയിനിങ്ങിന് ഞങ്ങൾ വിധേയമാക്കും. യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസിന്റെ അനുബന്ധ ഘടകങ്ങളെല്ലാം. ശ്രീ രാജു അബ്രഹാം, ഈ അറസ്റ്റിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഇവർ എന്തു തരം പ്രക്ഷോഭം അവിടെ സംഘടിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്? അതായത് ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ ചെയ്ത ഒരു സമരത്തിന് അല്ലെങ്കിൽ അവർ നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അതിനൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ ഇത്രയും വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലും അല്ലെ പോലീസ് കസ്റ്റഡിയിലും ഒക്കെ മാറ്റുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ഈ സമരം ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന സമരം തന്നെയല്ലേ? ഒരു വലിയ വൈരുദ്ധ്യം എനിക്കത് ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ജിഷ്ണുവിൻ്റെ മാതാവും വീട്ടുകാരും 6 പേർക്ക് അനുമതി കൊടുത്തത് DGPയെ കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ DGPയുമായി കാണുക എന്ന് പറഞ്ഞാൽ അഭിമുഖമാണ്, DGPയെ കണ്ട് സംസാരിക്കുക. പക്ഷെ അതൊരു സമരമായി ഇവിടെ മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തുന്നു. അപ്പോൾ സമരമുഖമാണിത്. അപ്പോൾ DGP ഓഫീസിൻ്റെ മുമ്പ് സമരമുഖമാവുമ്പോൾ ഇതിനു മുമ്പ് DGP ഓഫീസിൻ്റെ മുമ്പിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങളിൽ ഗവൺമെൻറ് അല്ല തീരുമാനിക്കുന്നത്, പോലീസ് ആസ്ഥാനമാണ്, പോലീസാണ് തീരുമാനിക്കുന്നത്. ഒരു സമരം അഭിമുഖത്തിനപ്പുറത്തേക്ക് ഒരു സമരരൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഈ ചർച്ചയിൽ കേട്ടത് ആ സമരം എന്ന നിലയിലായിരിക്കാം പോലീസ് എടുത്തത്. പക്ഷെ അവിടെയും പോലീസ് ജിഷ്ണുവിൻ്റെ മാതാവിനെയോ വീട്ടുകാരെയോ പ്രതികളാക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. സമരത്തിൽ പങ്കാളികളാകാൻ വന്നയാളുകൾ തീർച്ചയായിട്ടും അവിടെ കുറേ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നു. ഇത് എത്രയോ കേസുകൾ ഇതിനു മുമ്പ് സമരത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ പോലും 370 രാജു അബ്രഹാം, ശ്രീമതി TB മിനിക്ക് അക്കാര്യത്തിൽ താങ്കളോട് എന്തോ ചോദിക്കാനുണ്ട്. ശ്രീമതി TB മിനി ചോദിക്കാം. അല്ല, ഈ നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ സാറേ കഴിഞ്ഞ ദിവസം ലേഖനം എഴുതിയിരുന്നു ഒരു പത്രത്തിൽ.
അപ്പോൾ അദ്ദേഹം ആ സമരത്തിൽ പങ്കെടുക്കാനും ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി അവിടെ എത്തിയതാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് സെബാസ്റ്റ്യൻ പോൾ സാർ ഗൂഢാലോചന നടത്തിയെന്നുള്ള ഒരു ആരോപണം ഇനി ഉണ്ടാവുമോ? ഒരാളോട് സുഗതകുമാരി ആ ചർച്ചയിൽ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അപ്പൊ ഇതൊക്കെ രാജു, ഇതൊക്കെ എന്തൊക്കെ തെറ്റാണ് ഈ ചെയ്യുന്നത്? വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങൾ പരിഹരിക്കാനല്ലേ സർക്കാർ ശ്രമിക്കേണ്ടത്? അനാവശ്യമായി ഈ വിഷയങ്ങൾ വഷളാക്കുന്ന രീതിയിലേക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? പോലീസ് വീണ്ടും വീണ്ടും ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള താല്പര്യം പോലീസിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അല്ലാതെ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ കാര്യങ്ങൾ ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞത് നേരാവില്ലല്ലോ. നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രയോ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ വലിച്ചഴിക്കപ്പെട്ടത് തന്നെയാണ്. അവര് നേരത്തെ വിജയകുമാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹിജ എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരെ ചവിട്ടി എന്ന് പറഞ്ഞ അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസുകാർ അവരെ ചവിട്ടി. ഏത് പോലീസുകാരാണ് കൃത്യമായിട്ട് അറിയാം. 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് അനുവദിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ ചെയ്ത മനോജ് എബ്രഹാമിനെ പോലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? എന്താ ആവശ്യം നമ്മൾക്ക്? ഇതൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ സഫർ ചെയ്യണത്? ഇടതുപക്ഷം എന്തിനാണ് ഇത് സഫർ ചെയ്യണത്? ശ്രീ രാജു എബ്രഹാം മറുപടി വിജയകുമാറെ പറയാമോ? പറഞ്ഞോളൂ. അല്ല, ഇവിടെ മിനിയുടെ വാദം തന്നെയാണ് ഇവിടെ നടന്നത്. അത് ഞാൻ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു DGPയെ കാണാൻ അഭിമുഖത്തിന് കാണാൻ വന്ന ആളുകൾ സമരത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു. അതാണിപ്പം ബഹുമാനപ്പെട്ട മിനിയും ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ആരാണ് സൃഷ്ടിച്ചത്? ശ്രീ രാജു എബ്രഹാം അവിടെയാണ് ശ്രീമതി TV മിനി ചൂണ്ടിക്കാട്ടിയത്. ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരായിരുന്നു? CPMന്റെ ഇടതുമുന്നണിയുടെ ലോക്സഭാംഗമായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇവിടെ തൃക്കാക്കര മണ്ഡലത്തിൽ CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം സർക്കാരിനെതിരായ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്നാണോ പറയുന്നത്? ആണെങ്കിൽ ഇപ്പോൾ പറയൂ. സർക്കാരിനെതിരെ ഗൂഢാലോചന എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്ത് ഗൂഢാലോചന? ഞാൻ പറഞ്ഞത് ഒരു അഭിമുഖം എങ്ങനെ സമരമായി മാറി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. അത് എന്റെ സാമാന്യ ബുദ്ധിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. അഭിമുഖം എന്നത് DGPക്ക് അവരെ കാണാൻ പോലീസ് അവസരം കൊടുത്തു എന്നത് തന്നെയാണ്. അതിനർത്ഥം ഇവര് DGPയുമായി മുഖാമുഖത്തിന് പോയി എന്നല്ല. DGPക്ക് മുൻപാകെ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി ഉണ്ടാകാതായപ്പോഴാണ് ഇതൊരു സമരമാർഗമായി മാറിയത്. അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു. അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മറ്റൊരാൾ സുഗതകുമാരി ടീച്ചറായിരുന്നു. അത് ആർക്കാണ് അറിവില്ലാത്തത്? പോസ്റ്റർ അടിക്കുകയും ഒന്നും ചെയ്തിട്ടല്ലേ, ബ്രോഷർ ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. അതൊരു തലേ ദിവസം വരെ ഇങ്ങനൊരു സമരത്തെ പറ്റി അങ്ങയുടെ റിപ്പോർട്ടർ ചാനലോ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ഞാൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. ശ്രീ മഹേഷ് അക്കാര്യത്തിൽ മഹേഷിന് കുറച്ചുകൂടി വിശദീകരിക്കാൻ കഴിയും. മഹേഷ് അവിടെ ഉണ്ടായിരുന്നുവല്ലോ. ഞങ്ങൾ രാവിലെ അവിടെ വന്നതിന് ശേഷം 8 മണിക്ക് മ്യൂസിയം SI അവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ സമരം ചെയ്യേണ്ടത് DGP ഓഫീസിന് മുന്നിലല്ല, പകരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം ചെയ്യേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം എവിടെ സമരം ചെയ്യണം, ഞങ്ങൾക്ക് സർക്കാർ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇയാൾ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ DGP ഓഫീസിന് മുന്നിലല്ല സമരം ചെയ്യേണ്ടത്, ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞതാ. അതിനുശേഷമാണ് CI വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ചർച്ച ചെയ്യാം, നമുക്ക് DGPയെ കാണാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു മുദ്രാവാക്യവുമില്ല, ഒരു പ്ലേ കാർഡും ഇല്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ സമാധാനപരമായി നടന്നു പോയതാണ്. അവിടെ വെച്ചിട്ടും ഞങ്ങളെ ജിഷ്ണുവിന്റെ മാമൻ പറയുന്നുണ്ട്, 6 പേരെ നിങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിട്, ബാക്കിയുള്ള ആൾക്കാർ, ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്ന ബാക്കിയുള്ള ആൾക്കാരെ പൊതുജനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ കയ്യിൽ ബോംബോ ഇതോ ചടകങ്ങളോ ഒന്നുമില്ല, ഞങ്ങളെ കയ്യിൽ ഉള്ളത് മൊബൈൽ മാത്രമാണ്, അത് നിങ്ങൾ മാറ്റിവെച്ചോ, എന്നിട്ട് ഞങ്ങളുടെ കൈ വിലങ്ങ് വെക്ക്, ഞങ്ങൾ അവിടെ ഇരുന്നോളാം എന്ന് മാത്രം പറഞ്ഞത്. അത് പറയാൻ കാരണം ഞങ്ങളെ DGP ചർച്ചയ്ക്ക് വിളിച്ചത് കൊണ്ടാണ്. ശരി. അതായത് ഒരു DGPയെ കാണുക എന്നതുപോലും ഒരു സമരമാർഗമായി കണ്ടു ആ കുടുംബാംഗങ്ങൾ എന്ന് തന്നെയാണ്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ JR പത്മകുമാർ, ഇവിടെ ഇപ്പോൾ മ്യൂസിയം SIക്കെതിരെ നടപടി ഉണ്ടാകണം എന്നതാണ്
സമരം നടത്തുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ സമരം നടത്തുന്ന ജിഷ്ണുവിൻ്റെ ബന്ധുക്കളുടെ ഒരാവശ്യം. മറ്റൊന്ന് കന്റോൺമെന്റ് AC-ക്കെതിരെ നടപടി ഉണ്ടാകണമെന്നതാണ് ഒരാവശ്യം. മറ്റൊന്ന് ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നതാണ്. പക്ഷേ നമുക്കറിയാം, മനോജ് എബ്രഹാം IG കൊടുത്ത റിപ്പോർട്ടിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശയേ ഉണ്ടായിരുന്നില്ല. ആ IG, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, എനിക്ക് അത്ഭുതമാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അവിടെ ആശുപത്രിയിൽ, പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പ്രതിഷേധ സമരം നടത്തുമ്പോൾ IG-ക്കെതിരെ സമരം നടത്താറായോടാ എന്ന് ചോദിച്ച് കാലുയർത്തി ചവിട്ടാൻ പോകുന്ന IG മനോജ് എബ്രഹാമിനെയാണ് ഇപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു IG മനോജ് എബ്രഹാം പോലീസുകാർക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അവിടെ ഞാൻ ആ സംഭവം നടക്കുമ്പോൾ അത് കണ്ടതാണ്. ABPയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടക്കുന്ന സമയത്തോടെ ഇദ്ദേഹം വന്നിട്ട് ചവിട്ടി കാലുപടുക്കി ചൗക്ക പറഞ്ഞ് മര്യാദയ്ക്ക് ഒരാൾ സംസാരിക്കണം, ആരും മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, ഒരാൾ സംസാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മണിപ്പൂരിലെ സൈന്യത്തിന്റെ പ്രത്യേക അധികാരത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ കൊണ്ടുവന്ന് മാലയിട്ട അതേ ദിവസമാണ് ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികളോട്, വിദ്യാർത്ഥികളോട്, യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരോട് പറയുന്നത്, ആജ്ഞാപിക്കുന്നത്, ഒരാളെ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് ഏത് നിലയ്ക്കാണ് ഈ പോലീസിനെ ഈ ഭരണകൂടം നിയന്ത്രിക്കുന്നത്? ഈ DGP ഓഫീസിൽ നടന്ന സമരം പാടില്ലെന്നോ? ഇവിടെ ഹൈക്കോടതിക്ക് മുമ്പ് ഉപരോധം ഏർപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഏതോ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു പരാമർശം വന്നതിന്റെ പേരിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ദിവസം റോഡ് ഉപരോധിച്ചവരാണ്. അതിനേക്കാൾ വലിയ പവിത്രമായ ഒരു സ്ഥലമായിട്ടാണ് ഈ DGPയെ കാണുന്നത്, DGPയുടെ ഓഫീസിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ജനാധിപത്യ വിരുദ്ധമായ പോലീസിന്റെ ഈ ഏകാധിപത്യ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഞാനൊരു ചാനലിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പഴയകാല ഓർമ്മ പുതുക്കൽ കണ്ടു. അദ്ദേഹത്തിന്റെ അമ്മ വളർത്തിയ കാര്യം, സമയത്ത് ആഹാരത്തിന് പോലും നിവർത്തിയില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ആഹാരം തന്ന് എന്നെ വളർത്തിയത്, ഇളയ മകനായതുകൊണ്ട് എന്നോട് പ്രത്യേക സ്നേഹം കാണിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അതേപോലെ വളർത്തിയതാണ് ജിഷ്ണു പ്രണോയിയെ ഒരമ്മ. അപ്പോ ഇതേ പിണറായി വിജയന്റെ അമ്മയ്ക്ക് തോന്നുന്ന അതേ വികാരം അമ്മ നഷ്ടപ്പെട്ടു പോയ ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കുണ്ടായാൽ അത് മാനിക്കാനുള്ള ഒരു ബാധ്യത, ധാർമ്മികത, ഒരു മാനുഷികത പിണറായി വിജയന് വേണ്ടേ? അത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ഇപ്പൊ ഇവർ ചെയ്യുന്നത് ഈ കേസിന് പ്രതികളെ രക്ഷിക്കാൻ, ഈ കേസിനെ തേച്ചുമാച്ച് കളയാൻ, ഈ കേസിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അനുകൂലിച്ച് അഭിപ്രായം പറയുന്ന പൊതുപ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ വേണമെന്ന് ഗൂഢാലോചനയ്ക്ക്. അതേസമയം കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ വേണ്ട, മറ്റ് പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ട. ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന പൊതുപ്രവർത്തകരെ കസ്റ്റഡിയിൽ വേണം. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ജയിലിൽ അടയ്ക്കേണ്ടി വരും. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മാത്രമല്ല ഇനി DGP ഓഫീസിന്റെ മുന്നിലേക്ക് സമരത്തിന് വരാൻ പോകുന്നത്. ഒരുപാട് അമ്മമാർ അങ്ങോട്ട് വരും. കേരളത്തില് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു ബഹുജന പ്രക്ഷോഭം മുന്നോട്ട് വരും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരായിരുന്നു പേരൂർക്കട ആശുപത്രിയിൽ ആ ദിവസം പ്രതിഷേധിച്ചത്. അവർക്ക് നേരെയായിരുന്നു മനോജ് എബ്രഹാമിന്റെ ആക്രോശമുണ്ടായത്. പോലീസ് ഇത്തരം ജനകീയ സമരങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് ഇതാണോ എന്ന് അത്ഭുതത്തോടു കൂടി നോക്കുകയായിരുന്നു ആ സമയം ഈ ടെലിവിഷൻ കാണുന്നവരൊക്കെ. ഒരു ഭാഗത്ത് ഷാജഹാനും ഷാജർഖാനും മിനിയും ശ്രീകുമാറും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുന്നു. അതേപോലെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അല്ലെങ്കിൽ മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർക്ക് നേരെ അധികാരത്തിൻ്റെ ബൂട്ട് ഉപയോഗിച്ച് ചവിട്ടാൻ ഓങ്ങുന്നു മറ്റൊരു IG. താങ്കളൊക്കെ കണ്ടിരുന്നില്ലേ ഈ നടപടി? എന്തു പ്രതിഷേധമാണ്, എന്തു തരം സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് IG-യുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ലജ്ജാകരമല്ലേ ശ്രീ ഡീൻ കുര്യാക്കോസ്? ഡീൻ കുര്യാക്കോസിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മഹേഷ്, ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ എന്തു ചെയ്യണമെന്ന് നാളെ നിങ്ങളോട് മറ്റൊരു മന്ത്രി ചോദിച്ചാൽ, ഇന്ന് കടകംപള്ളി വന്ന് ചോദിച്ചുവല്ലോ,
നാളെ ചിലപ്പോൾ മറ്റാരെങ്കിലും വരുമായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ആവശ്യം പഴയതിൽ നിന്നും ഒന്നും മാറ്റിയിട്ടില്ല, അതുതന്നെയാണ് എന്നത് തന്നെയായിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ പെങ്ങളെ നടു റോട്ടിൽ വലിച്ചിഴച്ച് ബൂട്ട് കൊണ്ട് ചവിട്ടിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുക, പിന്നെ ജിഷ്ണു പ്രണോയുടെ ബാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യുക, ഇത് മാത്രം ഞങ്ങളുടെ ഒരു ആവശ്യമുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ തിരുവനന്തപുരത്തേക്ക് വരാൻ ചെയ്തത്. അതുകൊണ്ട് ഈ 2 നടപടി സ്വീകരിക്കണം. അതായത് ആ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടുന്നത് വരെ സമരം തുടരും, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതേയില്ല. തീർച്ചയായും ഞങ്ങളുടെ പൊന്നുമോൻ മരിച്ചിട്ട് ഇന്ന് 90 ദിവസം കഴിഞ്ഞ്. ഞങ്ങൾക്ക് ഇനി എന്ത്? ഇനി ഞങ്ങൾ മരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ശ്രീ രാജു എബ്രഹാം, ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയെങ്കിലും നടപടി എടുക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? IG അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. ആദ്യ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പറയുന്നു. നാളെ റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് കേൾക്കുന്നത്. ഈ പ്രതികളെ പിടിക്കാൻ ഇനിയിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും ADGPയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പ്രതികളൊക്കെ എവിടെയോ ആണ്, നമുക്കൊരു സൂചനയുമില്ല. അവരെ കണ്ടുപിടിക്കുന്നവർക്ക് ഇനാമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമരം, അതായത് ഇവരുടെയൊക്കെ ആരോഗ്യ നിലയെപ്പറ്റി ഞാൻ പറയാതെ താങ്കൾക്കറിയാമല്ലോ, എത്രത്തോളം ദുർബലരാണ് ആരോഗ്യം കൊണ്ട് ഇവരൊക്കെ എന്ന് താങ്കൾക്കും അറിവുള്ളതാണല്ലോ. ഈ സമരം തീർക്കേണ്ട എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരോടൊപ്പമാണ് ഗവൺമെന്റ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? വിജയകുമാറെ, ഈ ഒരു സെക്കൻഡോട് തന്നെ ഈ ചർച്ചയിൽ ജിഷ്ണുവിന്റെ മാതാവ് മഹിജ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സർക്കാരിനോട് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. കാരണം സർക്കാർ എടുത്തിരിക്കുന്ന നടപടി ആ അമ്മയ്ക്ക് ബോധ്യമാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. കാരണം KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് ഉടമയോടോ കോൺഗ്രസ് നേതാവായിട്ടുള്ള വിശ്വനാഥന്റെ മകൻ സഞ്ജിത് വിശ്വനാഥനോ അല്ലെങ്കിൽ ഒളിവിൽ പോയിരിക്കുന്ന ആളുകൾ, അവരൊന്നും ഗവൺമെന്റിന് അത് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ താല്പര്യം, ഞങ്ങളുടെ നിലപാടെന്താ, ഇവർക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള അന്വേഷണ സംഘം അത് കൊലക്കുറ്റമായി തെളിയിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകളുമായി മുന്നോട്ട് പോവുകയാണ്. ചെറിയ വേഗത്തില്ല, വളരെ വേഗത്തിൽ രക്തക്കറകൾ കിട്ടി, മറ്റു ചില തെളിവുകൾ കിട്ടി, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാണ്. അവരുടെ കഴുത്തിൽ കൊലക്കയറിടാനുള്ള നടപടിയിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു ഇരയെ കിട്ടി എന്നുള്ളൊരു ധാരണയിൽ കോൺഗ്രസും BJPയും എന്തായാലും വെള്ളം തിളപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ദൗർഭാഗ്യവശാൽ മറ്റു ചില സമരം ചില മാർഗങ്ങൾ ഇവിടെ കാണപ്പെടുകയുണ്ട്. ഞാൻ അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. അവിടെ ബൂട്ടിട്ട് ചവിട്ടി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ ഞാൻ കണ്ട വിഷ്വൽസിൽ ഞാൻ 2-3 ചാനലുകൾ അവിടെ വിഷ്വൽസ് ഇപ്പം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരിടത്തും അവരുടെ ദേഹത്തൊരു പോലീസ് തൊട്ടായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്തായാലും അത് അന്വേഷണം നടക്കട്ടെ, കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഒരു സർക്കും അക്കാര്യത്തിൽ വേണ്ട. കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അവസാനമായി ശ്രീ രാജു എബ്രഹാം, ഒരുപക്ഷെ ഈ പറയുന്ന വിശദീകരണം ഇങ്ങനെ പോലും പറയാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. M.M. മണിയെ പോലുള്ളവരുടെ വിശദീകരണവും വാക്കുകളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഇദ്ദേഹത്തെ പോലെ സംസാരിക്കുന്നവരെ പോലും പുറത്ത് കാണുന്നില്ല. തൃപ്തികരമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഈ മഹിജയ്ക്ക് പരാതി സർക്കാരിനോടില്ല എന്ന് എപ്പോൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. മഹിജയ്ക്ക് പരാതി ഇല്ല എന്ന് മഹിജ പറഞ്ഞതായി തോന്നുന്നില്ല. കടകംപള്ളി സുരേന്ദ്രനാണ് പറഞ്ഞത്. ഇനിയും അങ്ങനെ പരാതി ഇല്ലായിരുന്നെങ്കിൽ അവർ നിരാഹാരം അവസാനിപ്പിക്കണമല്ലോ. അവരുടെ കൊച്ചി നിരാഹാരം കിടക്കണം. ഒരു മകൻ പോയി, മകള് നിരാഹാരം കിടക്കുകയാണ്. ആ കുട്ടി അങ്ങനെ നിരാഹാരം കിടന്നതിന്റെ ആരോഗ്യം വഷളായി പോയില്ലേ? 15 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞു കൊച്ച് നിരാഹാരമാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് സഹിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. കേരളത്തിൽ ആരും ഇത് സഹിക്കില്ല രാജു. അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ 2 പ്രതികളെ, ബാക്കി കിട്ടാനുള്ള പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുക. ഇവർ ഉപദ്രവിച്ചു എന്ന് പറയുന്ന പോലീസുകാർ, ഇപ്പോൾ ഡോക്ടറുടെ റിപ്പോർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ മഹിജയുടെ മൊഴിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് സർക്കാരിന് എന്താണ് തടസ്സം? ഇത് 2ഉം അടിയന്തരമായി ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് എന്നെ പോലുള്ള ആളുകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിൽ ഇത് കണ്ട് സഹിക്കില്ല.
അധികം ദിവസം ഇങ്ങനെ പോകുകയുമില്ല. അതാണ് ഈ ചർച്ചകൾ അവസാനിക്കില്ല എന്നതാണ് സർക്കാരിനോട് ഒരുപക്ഷെ നമുക്കും പറയാനുള്ളത്. ചർച്ചകൾ തുടരേണ്ടി വരുന്നത് നിർഭാഗ്യകരമായ സാഹചര്യത്തിലാണ്. സമരം തുടരുകയാണ്. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ വളയം എന്ന ഗ്രാമം മുഴുവൻ ഈ സമരത്തിലൊപ്പം ചേർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ ഈ സമരത്തിന് പിന്തുണ ഇപ്പോൾ നൽകുന്ന പിന്തുണ ഒരുപക്ഷെ തെരുവിൽ പിന്തുണ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം എന്നും ഓർക്കേണ്ടതുണ്ട്. അടിയന്തരമായി ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകണം. ആരോഗ്യം വഷളാകുന്നു സമരം നടത്തുന്നവരുടെ എന്നത് എല്ലാവരുടെയും ചിന്തയെ അലട്ടുന്ന വിഷയമായി മാറുകയും ചെയ്യേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാജു എബ്രഹാം, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ ജി ആർ പത്മകുമാർ, അഡ്വക്കേറ്റ് ടി ബി മിനി, ജിഷ്ണുവിന്റെ ബന്ധു ശ്രീ മഹേഷ്, എല്ലാവർക്കും നന്ദി.